മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആർക്കും എന്ത് ഭംഗിയാണ് ഈ പാട്ട് കേൾക്കാൻ. നാം ഒത്തിരി വർഷങ്ങളായി, തലമുറകളായി കേട്ട ഈരടിയാണത്. ഈരടികൾ നാം ജനിച്ച നാൾ മുതൽ കേൾക്കുകയാണ്. നാം മനഃപ്പാടമാക്കിയ ഈ ഗാനം ആരായിരിക്കും എഴുതിയിരിക്കുന്നത്? ഇതുവരെ നിങ്ങൾക്കറിയില്ല എങ്കിൽ ഇനിയെങ്കിലും നമുക്കറിയാം. എവരെയും ഈ ഗാനത്തിന്റെ ഈരടിയിലേക്ക്, എഴുത്തുകാരനിലേക്ക് നാം ചെന്നെത്തുകയാണ്. എവരെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഏവർക്കും ഓണാശംസകൾ നേരുകയാണ്. മാവേലി നാടുവാൻ ഇരുങ്കാലം എന്നത് ഒരു പുരാതന പരമ്പരാഗത ഓണപ്പാട്ടാണ്. ഇതിന്റെ യഥാർത്ഥ രചയിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അജ്ഞാതമാണ്. പിന്നീട് സഹോദരൻ അയ്യപ്പൻ ഈ പാട്ടിനെ അടിസ്ഥാനമാക്കി സ്വതന്ത്രമായ ഒരു ഓണപ്പാട്ട് രചിച്ചതായി അറിയാം. വിവിധ കാലങ്ങളിൽ എ വിജയൻ, എ രാമചന്ദ്രൻ, ജി ദേവരാജൻ, എം.കെ. അർജുനൻ തുടങ്ങിയവർ ഇതിന് വ്യത്യസ്ത ഈണങ്ങൾ നൽകി. ഇതിന്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് പോകാം. ഇത് ഒന്നും സ്ഥാപിച്ചെടുക്കാനല്ല ഞാൻ പറയുന്നത്, അതുപോലെ ഒന്നും നിഷേധിക്കാനുമല്ലെന്നറിയുക. ചില ചരിത്രങ്ങൾ കൂടി നമുക്കിതിലൂടെ അറിയാം. ചിലരെങ്കിലും ഈ ഗാനത്തിന് അവകാശവാദങ്ങളുമായി വന്നിട്ടുണ്ട് എന്നത് നിങ്ങൾക്കേവർക്കും അറിയാവുന്നതാണ്. അതിൽ ചിലതിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. സഹോദരനയ്യപ്പൻ ഈ പഴയ പാട്ടിനെ, അതായത് ഓണപ്പാട്ടിനെ അടിസ്ഥാനമാക്കി സ്വതന്ത്രമായ ഒരു ഓണപ്പാട്ടാണ് രചിച്ചത്. അതുകൊണ്ടാണ് ഇന്ന് ഈ വരികൾ അദ്ദേഹത്തിൻ്റെതാണെന്ന വാദം പലയിടങ്ങളിലും ഉയർന്നു വരുന്നത്. എന്നാൽ ആദ്യത്തെ മാവേലി നാടുവാണിടും കാലം എന്ന വരികൾ ഇതിനു മുമ്പും പ്രചാരത്തിലുണ്ടായിരുന്നതാണെന്ന് ഉള്ളതിന് തെളിവുകളേറെയുണ്ട്. ഈ പാട്ടിന് ഒരേയൊരു ഒറിജിനൽ ഈണം ഉണ്ടായിരുന്നുവെന്ന് ഒരിക്കലും പറയാനാവില്ല. നാം പാടിയ പാട്ടിന്റെ ട്യൂണും അതിനു മുമ്പ് പാടിയ പാട്ടിന്റെ ട്യൂണും വ്യത്യസ്തമായ ട്യൂണുകളാണ്. വിവിധ കാലങ്ങളിൽ വിവിധ സംഗീത സംവിധായകർ ഈ പരമ്പരാഗതമായ ഓണപ്പാട്ടിന് ഈണം നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് നമുക്കൊന്ന് നോക്കാം. 1955 ന്യൂസ് പേപ്പർ ബോയ് എ വിജയനും എ രാമചന്ദ്രനും ചേർന്ന് അതിലെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തി. കമുകര പുരുഷോത്തമനും ശാന്ത പി നായരുമാണ് ആലപിച്ചത്. കമുകര പുരുഷോത്തമൻ അറിയാൻ പറ്റുമല്ലോ അല്ലേ? ശാന്ത പി നായർ ഇവര് പഴയകാല ഗായകരാണ്. യേശുദാസിനോടൊപ്പം, യേശുദാസിന് മുമ്പും. പിന്നെ 1973 മാധവിക്കുട്ടി, ജി ദേവരാജൻ ശങ്കരാഭരണ രാഗത്തെ ചിട്ടപ്പെടുത്തി ആദ്യത്തെ 6 വരികൾ പഴയ ഓണപ്പാട്ടിൽ നിന്നുള്ളതാണ്. ഇനി 1983 മഹാബലി, അതിൽ എം.കെ. അർജുനൻ ശങ്കരാഭരണ രാഗത്തെ തന്നെ ചിട്ടപ്പെടുത്തി പി മാധുരിയും കോറസും കൂടി ആ ഗാനം ആലപിച്ചു. പറഞ്ഞു വരുമ്പോൾ ഇവരെല്ലാം രചിച്ചതാണ്, ഇവരെല്ലാം ഈണം നൽകിയതാണെന്ന് നമുക്ക് പറയാനാകുമോ? ഇല്ല. അത് പഴയ ഗാനങ്ങളെ എടുത്തുകൊണ്ടാണ്. ഇന്ന് പല സിനിമകളിലും പഴയ ഗാനങ്ങൾ എടുത്തുകൊണ്ട് പുതിയ സംഗീതം നൽകി, അല്ലെങ്കിൽ ട്യൂൺസ് കയറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് കയറ്റിക്കൊണ്ട് ന്യൂച്ചൻ ആക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ആ ഒരു തലത്തിലേക്കും എത്തിയിട്ടുള്ളത്. അവകാശവാദങ്ങൾ, അതായത് ഈ ഓണപ്പാട്ടിനെ പറ്റിയുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവരുടെ ശ്രദ്ധയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. 19-ാം നൂറ്റാണ്ടിൽ, അതായത് 1814 ജനിച്ച് 1893 മരിച്ച, അതായത്
ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കേരളത്തിൽ സന്ദർശിച്ച ജർമ്മൻകാരനായ ഒരു ക്രിസ്ത്യൻ മിഷണറിയുണ്ട്. മലയാളത്തിന് അദ്ദേഹം നിഘണ്ടു നൽകി, വ്യാകരണം നൽകി, അല്ല മറ്റു പല ഗ്രന്ഥങ്ങളും സമ്മാനിച്ച വ്യക്തിയാണ് ഹെർമൻ ഗുണ്ടർട്ട്. കേരളത്തിൽ നിന്ന് നിരീകരിച്ച് ജർമ്മനിയിലെ ട്യൂബിംഗൽ സർവകലാശാലയിലേക്ക് കൊണ്ടുപോയ പഴയ മലയാള ഗ്രന്ഥശേഖരത്തിൽ പാട്ടിന്റെ വരികൾ കണ്ടെത്താനായിട്ടുണ്ട് എന്നതറിയുക. ഇത് ചരിത്രപരമായ ഒരു തെളിവാണ്. പ്രശസ്ത എഴുത്തുകാരനും ഗവേഷകനുമായ ഡോക്ടർ മനോജ് കുറൂർ ഉൾപ്പെടെയുള്ളവർ ഈ കാര്യം ചരിത്രരേഖകളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. 1888 1968 ഇടയ്ക്ക് ജീവിച്ച ആ കാലഘട്ടത്തിലെ സഹോദരൻ അയ്യപ്പൻ, അദ്ദേഹം എങ്ങനെയാണ് ഈ ഗാനം രചിച്ചതെന്ന് പറയുക. കാരണം എന്താണ്? ഇദ്ദേഹം ജനിക്കുന്നതിന് മുമ്പേ ഈ ഗാനം എവിടെ ചെന്നു? ജർമ്മനിയിൽ ചെന്നിരുന്നു. അപ്പോൾ അദ്ദേഹമല്ല പറഞ്ഞത്, അദ്ദേഹത്തിന്റെ അനുയായികളും ചില ചരിത്രകാരന്മാരും പറയുന്നതിൽ കഴമ്പില്ലാതെയാവുകയാണ്. ഈ വരികൾ അടങ്ങിയ ഗുണ്ടറ്റിന്റെ ശേഖരത്തിലുള്ള അഞ്ചടി ജ്ഞാനപ്പാന ഓണപ്പാട്ട് എന്ന പഴയ കൃതിയിലാണ് ഈ വരികൾ പാഠഭേദങ്ങളുടെ കാണപ്പെടുന്നത്. ദശാബ്ദങ്ങളായി ഒട്ടനവധി ഓണപ്പാട്ടുകൾ നമ്മുടെ ഹൃദയത്തെ തലോടിയും തൊട്ടുരുമിയും കാതുകൾ കരിയിലൂടെയും കാതങ്ങൾക്കകലയിലൂടെയും കടന്നുപോയെങ്കിലും അജ്ഞാത രചയിതാവിന്റെ മാവേലി നാടുവാണിടും കാലമെന്ന മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഈ ഓണപ്പാട്ട് ഇന്നും മലയാളികൾ ഹൃദയത്തിൽ വാങ്ങിയിരിക്കുകയാണ്. ഓണമെന്ന ഓർമ്മയിൽ ആദ്യമെത്തുക ഈ ഈരടി തന്നെയാണ്. അങ്ങകലെ നിന്ന് ഒഴുകി നമ്മുടെ ഹൃദയ തന്ത്രികളിൽ ശബ്ദമുണ്ടാക്കും, ഈണമുണ്ടാക്കും. മാവേലി മന്നനെ എതിരേൽക്കുന്ന അദ്ദേഹത്തിന്റെ സുവർണ കാലത്തെ വിളിച്ചോതുന്ന ആ ഗാനം. ഏവർക്കും വീണ്ടും ഓണാശംസകൾ നൽകുകയാണ്. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓണവിശേഷങ്ങളുമായി, ഓണസദ്യയുമായി, ഓണക്കളികളുമായി മാവേലിയോടൊപ്പം എവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.